ചിന്താ ജെറോം കൊല്ലത്തും ചെയ്യുന്നു. ശ്രീ ചിന്താ ജെറോം, എന്താണ് സംഭവിച്ചത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ അനിലയോടൊപ്പം കാറിലുള്ളവരുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആശുപത്രി അധികൃതർ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഞാനിവിടെ തന്നെയുണ്ട്, ഈ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. ഇവിടെ ഒമിനിയിലാണ്, ഒമിനിയും ഒരു ഓൾട്ടോയും, രണ്ട് വാഹനങ്ങളാണ്. രണ്ടും കത്തി മൊത്തത്തിൽ തീർന്നിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. അവിടെ നിങ്ങളിവിടെ റിപ്പോർട്ട് ചെയ്തതുപോലുള്ള വിവരങ്ങളാണ് നമുക്കും ഈ സംഭവ സ്ഥലത്ത് നിന്നും കിട്ടുന്നത്. സംഭവം അറിഞ്ഞ ഉടനെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് എത്തി. അങ്ങേയറ്റം ഞെട്ടലോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം കേരളത്തിൽ നമ്മുടെ അടുത്ത് തന്നെ കൊല്ലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നു. അതിലൊരു സ്ത്രീ മരണപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. ഇതിന്റെ ബാക്കിയെല്ലാ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ് ഇതിന്റെ മോട്ടീവ്, എന്താണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് ഉണ്ടായത്. എന്തായാലും പ്രഥമ ദൃഷ്ടിയാൽ നമുക്കിത് കാണുമ്പോൾ വാഹനം ഓടിച്ചിരുന്ന ആൾ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ആ വാഹനത്തോട് ചേർത്ത് ഒമിനി കൊണ്ടുവന്ന് ചേർത്ത് നിർത്തുകയും തുടർന്ന് അക്രമം ഉണ്ടാകുകയും ചെയ്തു എന്നാണ് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാവുന്നത്. അവിടുത്തെ ഒരു ടെറൈൻ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്, തിരക്കുള്ള റോഡാണോ അത്? പിന്നെ ഇവിടെ ക്രിസ്തുരാജ് സ്കൂളിന്റെ മുമ്പിലാണ്. ഫാത്തിമ കോളേജും ക്രിസ്തുരാജ് സ്കൂളും വിമല ഹൃദയൻ സ്കൂളിന്റെയും എല്ലാ സ്കൂളുകളിലോടും ചേർന്നുള്ള റോഡാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ വളരെ തൊട്ടടുത്തുള്ള ഭാഗമാണ്. നല്ല തിരക്കുള്ള പ്രദേശമാണ്. ചെമ്മാമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനാണ്. അപ്പൊ ആ ഒരു ജംഗ്ഷന്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നു. നല്ല തിരക്കുള്ള ഒരു റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തോട് ചേർത്ത് മറ്റൊരു വാഹനം കൊണ്ടുവന്ന് ചേർത്ത് നിർത്തിയ ശേഷം ഇങ്ങനൊരു അക്രമം നടത്തുന്നു. അതിൽ ഒരു സ്ത്രീ കൊല ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു സംഭവ സ്ഥലത്ത് നിൽക്കുമ്പം നമുക്ക് വലിയ പ്രയാസവും ഉണ്ടാവുകയാണ്. എന്തായാലും പോലീസും ഫയർഫോഴ്സും പൊതുപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ഇവിടെ ഉണ്ട്. വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ചിന്ത പറഞ്ഞതുപോലെ അങ്ങേറ്റം അടുക്കുന്ന അല്ലെങ്കിൽ അങ്ങേറ്റം വിഷമിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. ഈ സ്ഥലത്തിന് ടെറൈൻ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ പിന്നിലും മുമ്പിലുമൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് കത്തി അമർന്നത് അവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ആപത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതെ. ഇപ്പം അത് നേരിട്ട് കണ്ട മറ്റൊരു വാഹനത്തിൽ വന്ന ഒരു പ്രദേശവാസി, അദ്ദേഹം ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ അദ്ദേഹം ഇത് കാണുകയാണ്. അപ്പം അങ്ങനെ ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ചിന്ത ജെറോം, അവിടെ സംഭവിച്ചത് ഏകദേശം നമുക്ക് വ്യക്തമാകുന്നു. എന്തായാലും സംഭവിക്കാൻ പാടില്ലാത്ത, എന്നാൽ അത്രത്തോളം ക്രൂരമായ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിരിക്കുന്നു. ഭാര്യയെ ഭർത്താവ് തീകൊളുത്തി കൊന്നിരിക്കുന്നു. ഇപ്പോൾ ഈ കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? ഇവരുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഈ സമയത്ത് ആശുപത്രികൾ ലഭിച്ചിട്ടുണ്ടോ? ഇവരെവിടെയാണ് ചികിത്സ തേടിയിരിക്കുന്നത് എന്ന വിവരം നമുക്കിപ്പോൾ പറയാനാകുമോ? കാര്യങ്ങളെല്ലാം പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നടന്നൊരു സംഭവത്തിന്റെ നടുക്കലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവം. അപ്പം ആ ഒരു പ്രയാസത്തിലും നടുക്കലിലും തന്നെയാണ് നിൽക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. ശ്രീ ചിന്താ ജെറോം, എന്തായാലും ആ സംഭവ സ്ഥലത്ത് നിന്ന് എത്രത്തോളം ആഘാതമുണ്ട് ആ സംഭവത്തിനെന്ന് കൂടി വ്യക്തമാക്കുന്ന വരികളാണ് ചിന്താ ജെറോം പറഞ്ഞത്.